അഡ്വാൻസ് ബുക്കിംഗിൽ നേട്ടം കൊയ്ത് വാലിബൻ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അഡ്വാൻസ് ബുക്കിംഗിൽ വൻ നേട്ടം കൊയ്ത് വാലിബൻ. എറണാകുളത്ത് കിങ് ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലാലേട്ടന്റെ വാലിബൻ. വിട്ടുകൊടുക്കാതെ തിരുവനന്തപുരവും തൃശൂരും തൊട്ടു പുറകിലുണ്ട്. അഡ്വാൻസ് ബുക്കിംഗിന്റെ കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. ഗംഭീര റെസ്പോൺസ് ആണ് ഈ ഒരു കാര്യത്തിൽ. LJPയുടെ ഇതുവരെയുള്ള ചിത്രങ്ങളുടെ എല്ലാ റെക്കോർഡുകളും തകർക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒറ്റ വാശിയിലാണ് മോഹൻലാലിന്റെ വാലിബൻ അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് നിസ്സംശയം നമുക്ക് കരുതാം. അത്രത്തോളം പ്രേക്ഷക പിന്തുണയാണ് ചിത്രത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നായകനായി എത്തുന്ന ലാലേട്ടന്റെ അവതാരത്തെയാണ് ആളുകൾ കാത്തിരിക്കുന്നത്. വാലിബൻ അവതാരത്തിന് വേണ്ടി അഡ്വാൻസ് ബുക്കിംഗിലൂടെ മികച്ച ഓപ്പണിംഗ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് LJPയുടെ ഈ ഒരു ചിത്രം. അഡ്വാൻസ് ബുക്കിംഗിലും തരംഗം തീർത്തുകൊണ്ടിരിക്കുകയാണ് വാലിബൻ. തിയേറ്ററുകളിലെത്താൻ ഇനി 4 ദിനങ്ങൾ കൂടി ബാക്കി നിൽക്കെ അഡ്വാൻസ് ബുക്കിംഗിൽ വലിയ രീതിയിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. മോളിവുഡിലെ സിനിമകളെ സംബന്ധിച്ച് ഇതൊരു അപൂർവ കാഴ്ചയാണ്. മികച്ച പ്രതികരണമാണ് ബുക്കിംഗിന് തുടക്കം മുതൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ചൊരു ഓപ്പണിംഗ് ഇതിനോടകം തന്നെ ചിത്രം നേടിയിട്ടുണ്ടാകുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് കേരളത്തിൽ നിന്ന് മാത്രം വിറ്റുപോയിരിക്കുന്നത്. 1.5 കോടി കളക്ഷൻ സിനിമാ തിയേറ്ററുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു. അഡ്വാൻസ് ബുക്കിംഗ് മാത്രമായി ബന്ധപ്പെട്ട ജില്ലതിരിച്ചുള്ള കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഷോകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എറണാകുളം ജില്ലയാണ്. ബുക്കിംഗിലും എറണാകുളത്തിലെ പിന്നിലാക്കാൻ മറ്റ് ജില്ലക്കാർക്ക് ഇതുവരെ ആയിട്ടില്ല. 217 ഷോകളുമായി 1-ാം സ്ഥാനത്താണ്. 22,102 ടിക്കറ്റുകളും ഇവിടെ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരമാണ് 2-ാം സ്ഥാനത്ത്. 3-ാം സ്ഥാനത്ത് തൃശ്ശൂരിനുമാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് 192 ഷോകളാണെങ്കിൽ 16,426 ടിക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട്. തൃശ്ശൂരിൽ 155 ഷോകളും 13,748 ടിക്കറ്റുകളുമാണ് ഇതുവരെ വിറ്റുപോയി കഴിഞ്ഞിരിക്കുന്നത്. രാവിലെ 6:30 ആദ്യ ഷോ കേരളത്തിൽ ആരംഭിക്കാനിരിക്കുകയാണ്. ഏതായാലും ഗംഭീര തിയേറ്റർ റെസ്പോൺസ് തന്നെയായിരിക്കും ഈ ചിത്രം എടുക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മലൈക്കോട്ടെ വാലിബൻ അങ്ങനെ മലകുലുക്കുന്ന വിജയമായി തിയേറ്ററുകൾ പ്രകമ്പനം കൊള്ളിക്കുന്ന ലാലേട്ടന്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുമായി ആളുകളെ ആകർഷിച്ച് വൻ വിജയത്തിലേക്ക് കുതിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബോക്സ് ഓഫീസിന്റെ കാര്യത്തെ കുറിച്ച് തീരുമാനിക്കേണ്ട കാര്യമില്ല. അത് തീയായിരിക്കും, കാറ്റ് തീയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.